ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പുതിയൊരു സ്കൂട്ടറിൻ്റെ ആണ്. ഏത്തർ റിസ്ത എന്ന് പറഞ്ഞൊരു സ്കൂട്ടറിനെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു ഇലക്ട്രിക് വാഹനമാണ്. അപ്പോൾ ഇതിൻ്റെ കപ്പാസിറ്റി എന്താണ്, അപ്പോൾ ഇതിൻ്റെ മറ്റു റിവ്യൂ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലായിട്ട് വന്നിട്ടുള്ളൊരു അടിപൊളി വാഹനം തന്നെയാണ് ഈ റിസ്ത സെറ്റ്. ഇത് ഫുൾ ഓപ്ഷനാണ് ഈ വണ്ടി വരുന്നത്. അപ്പോൾ വാഹനങ്ങളുടെ വിശേഷങ്ങളിലേക്ക് പോവാം. പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറത്തുള്ള ഏതറിൻ്റെ ഷോറൂമിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് ഫാമിലി സ്കൂട്ടർ എന്ന് തന്നെ ഏതർ റിസ്തയെ നമുക്ക് വിശേഷിപ്പിക്കാം. ഏതർ കൊണ്ടുവന്നിട്ടുള്ള 450S ആണെങ്കിലും 450X, 450 Apex എല്ലാ മോഡലും ഒരു പെർഫോമൻസ് ഇലക്ട്രിക് സ്കൂട്ടറുകളായിരുന്നു. ബട്ട് ഇത്തവണ ഏതർ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു ഫാമിലി ഇലക്ട്രിക് സ്കൂട്ടർ തന്നെയാണ്. 3 വേരിയന്റിലാണ് റിസ്ത ഇത്തവണ വന്നിട്ടുള്ളത്. റിസ്ത എസ്, റിസ്ത സെറ്റ് ലോങ് റേഞ്ച്. റിസ്ത എസിനെ കുറിച്ച് പറയുകയാണ്, ഇതിലൊരു ഡിജിറ്റൽ കൺസോളാണ് വരുന്നത്. 2.9 kW ബാറ്ററിയാണ്. 125 km ആണ് ഇത് മാക്സിമം കിലോമീറ്റർ പറയുന്നത്. റിസ്ത സെറ്റ് ലോങ് റേഞ്ചിൽ വരുന്നത് 3.7 kW ബാറ്ററിയാണ്. 158 km ദൂരം സഞ്ചരിക്കാൻ പറ്റുമെന്നാണ് ഏതർ പറയുന്നത്. അപ്പോൾ അതിൻ്റെ LCD കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. ഈ ഒരു ഫ്രണ്ട് പൊസിഷൻ കാണാൻ നല്ല ഭംഗിയാണ്. ഒരു പിയാനോ ബ്ലാക്ക് ആണ് അവരിത് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. ഹെഡ് ലാമ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഡേ ടൈം റണ്ണിങ് DRL ആണ് ഹെഡ് ലാമ്പായിട്ട് അവർ കൊടുത്തിട്ടുള്ളത്. ഹെഡ് ലാമ്പിന് നേരെ മുകളിലായിട്ട് ഒരു ഏതറിൻ്റെ ബാഡ്ജും കാണാൻ സാധിക്കുന്നുണ്ട്. സസ്പെൻഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടെലസ്കോപ്പിക് സസ്പെൻഷനാണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. 12 ഇഞ്ചിൽ അലോയ് വീലോട് കൂടി ഡിസ്ക് ബ്രേക്ക് വരുന്ന ഒരു സിസ്റ്റമാണ് ഫ്രണ്ട് സൈഡിൽ കാണാൻ സാധിക്കുന്നത്. സൈഡിൽ റിസ്ത സെറ്റ് എന്ന് പറഞ്ഞൊരു ബാഡ്ജും കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് റെസ്റ്റ്, ബാക്കിൽ ഇരിക്കുന്നവർക്ക് ചാരി ഇരിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി നല്ലൊരു ബാക്ക് റെസ്റ്റ് നൽകിയിട്ടുണ്ട്. ബാക്കിൽ ഏതർ എന്ന് പറഞ്ഞൊരു ബാഡ്ജും ഈ ടൈൻ ലാമ്പിൻ്റെ താഴെ ഭാഗത്തായിട്ട് കാണാൻ പറ്റും. LED ടൈപ്പ് ടൈൻ ലാമ്പാണ് ഈ വാഹനത്തിന് കൊടുത്തിട്ടുള്ളത്. ഒരു റിഫ്ലക്ടർ നമ്പർ പ്ലേറ്റിന് തൊട്ട് മുകളിലായിട്ട് റിഫ്ലക്ടർ കാണാൻ സാധിക്കുന്നതാണ്. ഈ ഒരു ഭാഗത്തായിട്ട് ക്യാരി ബാഗ്സ് ഒക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹുക്ക് കൊടുത്തിട്ടുണ്ട്. ബൈസ് മോഡലിൽ വരുന്നത് 350 വാട്ടിൻ്റെ ചാർജറാണ്. 8 മണിക്കൂറാണ് ഫുൾ ചാർജ് ആവാൻ എടുക്കുന്ന സമയം. ടോപ്പ് വേരിയൻ്റ് നോക്കുകയാണെങ്കിൽ 700 വാട്ടിൽ 6 മണിക്കൂർ കൊണ്ട് നമുക്ക് ഫുൾ ചാർജ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഒരു ഭാഗത്ത് മറ്റൊരു ഹുക്ക് കൂടിയും കൊടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ്ലി ഒരു ഫാമിലി വാഹനം ആയിട്ടാണ് ഈ വാഹനത്തിന് ഹുക്കുകളാണെങ്കിലും സ്പൈസസ് ആണെങ്കിലും അവർ കൊടുത്തിട്ടുള്ളത്. കീ ഓപ്പോസിറ്റ് സൈഡിലോട്ട് തിരിച്ചാണ് സീറ്റ് ഓപ്പൺ ചെയ്യുന്നത്. സീറ്റിൻ്റെ ബാക്കിലായിട്ട് ഹോൾഡ് ചെയ്യാനുള്ളൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്പേസസ് ഉള്ള ഒരു വലിയ ബൂട്ട് സ്പേസ് തന്നെയാണ് ഏതർ ഈ വാഹനത്തിന് നൽകിയിട്ടുള്ളത്. 34 ലിറ്ററാണ് ഈ വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ്. തികച്ചും ഒരു ഫാമിലി സ്കൂട്ടർ തന്നെയാണ് ഈ വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സീറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 3 പേർക്ക് വളരെ ഈസി ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സീറ്റ് കപ്പാസിറ്റിയാണ് ഈ വാഹനത്തിന് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള സ്പൈഷ്യസ് ആയിട്ടുള്ള ഒരു ഫ്ലോറും ഒരു ലെഗ് സ്പേസും തന്നെയാണ് ഈ വാഹനത്തിന് നൽകിയിട്ടുള്ളത്. ഇപ്പോൾ ഞാനിങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഇത്രയും ഭാഗം നമുക്ക് ഫ്രീ ആണ്. ഒരു ഗ്യാസ് സിലിണ്ടറൊക്കെ വളരെ ഈസി ആയിട്ട് കെയർ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. ഈ വാഹനത്തിന് എനിക്ക് തോന്നിയ ഒരു മൈനസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഇത് ടച്ച് സ്ക്രീൻ കൊടുത്തിട്ടില്ല എന്നതാണ്. ലെഫ്റ്റ് സൈഡിലായിട്ടുള്ള നാവിഗേഷൻ കീസ് ആണ് LCD കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ആയിട്ട് അവർ കൊടുത്തിട്ടുള്ളത്. 2 ഡ്രൈവ് മോഡാണ് ഈ വാഹനത്തിന് നൽകിയിട്ടുള്ളത്. സിപ്പ് മോഡ് ആൻഡ് സ്മാർട്ട് മോഡ്. റൈറ്റ് സൈഡിൽ സിപ്പ് മോഡും സ്മാർട്ട് മോഡും ചേഞ്ച് ചെയ്യാനുള്ളൊരു സ്വിച്ച് അവർ കൊടുത്തിട്ടുണ്ട്. സിപ്പ് മോഡിൽ സഞ്ചരിക്കുമ്പോഴാണ് കൂടുതൽ പവർ ലഭിക്കുന്നതും കൂടുതൽ ചാർജ് റിലീസ് ആവുകയും ചെയ്യും. സ്മാർട്ട് മോഡിലാകുമ്പം കൂടുതൽ റേഞ്ച് നമുക്ക് കിട്ടാൻ സാധിക്കുന്നതാണ്. ഏകദേശം 10 കിലോമീറ്ററിൻ്റെ ഡിഫറൻറ്റ് അതിൽ കാണാൻ സാധിക്കുന്നുണ്ട്.
അതുപോലെ തന്നെ ബ്ലൂടൂത്ത് വഴി നമ്മൾ മൊബൈലുമായി കണക്ട് ചെയ്യാനും നോട്ടിഫിക്കേഷൻസ് ആൻഡ് കോൾസ് ഈ സ്ക്രീനിൽ കാണാനും സാധിക്കുന്നതാണ്. കൂടാതെ ഏതറിൻ്റെ ഒരു പുതിയ ആപ്ലിക്കേഷൻ ആയിട്ട് ഈ വാഹനം ലിങ്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. വളരെ കുറഞ്ഞ ബജറ്റിൽ ഒരുപാട് ടെക്നോളജി ഫീച്ചേഴ്സ് കുത്തി നിറച്ചിട്ടുള്ള ഒരു വാഹനം തന്നെയാണ്. അഞ്ച് തരം കളറുകളിൽ ഈ വാഹനം അവൈലബിൾ ആണ്. ഡുവൽ ടൂൺ ടൈപ്പിലും വളരെ ഭംഗിയുള്ള കളറുകളാണ്. ഈ വാഹനത്തിൻ്റെ ഓൺ റോഡ് സ്റ്റാർട്ടിംഗ് പ്രൈസ് 1,60,000 ടോപ്പ് മോഡലിന് 1,86,000 ആണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.